നമസ്കാരം, ഞാൻ ഡോക്ടർ പൊന്നു ശങ്കരപ്പിള്ളൈ, സ്പെഷ്യലിസ്റ്റ് ന്യൂറോളജിസ്റ്റാണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടല്ലോ, വേർട്ടിഗോയുടെ കാരണങ്ങൾ കണ്ടു, വേർട്ടിഗോ എന്താണെന്ന് കണ്ടു. അപ്പോൾ ഇനി എന്താണ് ഈ ഡിസിനസ്, ഗിഡിനസ്, മയക്കം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേർട്ടിഗോ എന്ന് പറഞ്ഞാൽ ചുറ്റിനും സറൗണ്ടിങ് ചുറ്റുന്നത് പോലെയോ അല്ലെങ്കിൽ സെൽഫായിട്ട് റൊട്ടേറ്ററി ഫീലിംഗ് തോന്നുകയാണ് വേർട്ടിഗോ. ബാക്കി ഈ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുകയോ അല്ലെങ്കിൽ ശരീരം പൊതുവെ ക്ഷീണം പോലെ വന്ന് കുഴഞ്ഞു പോകുന്നത് പോലെയോ. നമസ്കാരം, ഞാൻ ഡോക്ടർ പൊന്നു ശങ്കരപ്പിള്ളൈ, സ്പെഷ്യലിസ്റ്റ് ന്യൂറോളജിസ്റ്റാണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടല്ലോ, വേർട്ടിഗോയുടെ കാരണങ്ങൾ കണ്ടു, വേർട്ടിഗോ എന്താണെന്ന് കണ്ടു. അപ്പോൾ ഇനി എന്താണ് ഈ ഡിസിനസ്, ഗിഡിനസ്, മയക്കം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേർട്ടിഗോ എന്ന് പറഞ്ഞാൽ ചുറ്റിനും സറൗണ്ടിങ് ചുറ്റുന്നത് പോലെയോ അല്ലെങ്കിൽ സെൽഫായിട്ട് റൊട്ടേറ്ററി ഫീലിംഗ് തോന്നുകയാണ് വേർട്ടിഗോ. ബാക്കി ഈ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുകയോ അല്ലെങ്കിൽ ശരീരം പൊതുവെ ക്ഷീണം പോലെ വന്ന് കുഴഞ്ഞു പോകുന്നത് പോലെയോ അല്ലെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നുകയോ, ഇതൊന്നും വേർട്ടിഗോ അല്ല. ഇതൊക്കെ നമുക്ക് ഗിഡിനസ് അല്ലെങ്കിൽ ഡിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ ഇംബാലൻസ്, ബോധം പോവുക, ഇതെല്ലാം വേർട്ടിഗോ അല്ല. ഇതെല്ലാം ഡിസിനസ്, ഗിഡിനസ് അല്ലെ മയക്കം എന്ന് പൊതുവായിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണ്? അപ്പോൾ ഒരാൾക്ക് ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ, അനീമിയ ഉണ്ടെങ്കിൽ, രക്തം കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ കുറേ എക്സേർട്ട് ചെയ്യുമ്പോഴോ നമുക്ക് ദേഹം മൊത്തം ക്ഷീണിക്കുന്നത് പോലെ, തളരുന്ന പോലെ തോന്നാം. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം കൊണ്ട് ഇതുപോലെ പെട്ടെന്ന് തളർച്ചയോ മയക്കം പോലെയോ വരാം. അതുപോലെ ഒരു എപ്പിസോഡ് ഓഫ് ഈ വയറിളക്കം, ലൂസ് മോഷൻ, ഛർദി ഇതൊക്കെ കഴിഞ്ഞ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവാം. അതായത് നമ്മുടെ ലവണങ്ങൾ, നമ്മുടെ ബോഡിയിലുള്ള സോൾട്ട് കണ്ടൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായാലും നമുക്ക് തളർച്ച അല്ലെങ്കിൽ മയക്കം പോലെ വരാം. ഇനി അതുപോലെ തന്നെ BP മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ, അപ്പോൾ BP മരുന്ന് അതും റീസെൻ്റായിട്ട് കഴിച്ചു തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ കിടന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴോ ചെറുതായിട്ടിങ്ങനെ ഒരു മയക്കം വരുന്ന പോലെ തോന്നാം, അല്ലെങ്കിൽ ഒരു ആട്ടം പോലെ വരാം. ഇതൊക്കെ പെട്ടെന്ന് നിൽക്കുമ്പോൾ ഉള്ള BP കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ പുതിയതായിട്ട് BP തുടങ്ങിയ ആൾക്കാരിൽ ഇത് കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുള്ളതിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരിലും ഈ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഉള്ള BP കുറവ് കൊണ്ട് മയക്കം പോലെ കാണുന്നുണ്ട്. അതിന് പോസ്ചറൽ ഹൈപ്പോടെൻഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഷുഗർ കുറഞ്ഞാലും, ഷുഗർ ഉള്ള പേഷ്യൻസ് മരുന്ന് കഴിച്ചിട്ട് ആഹാരം കഴിക്കാതിരുന്നാലോ അല്ലെങ്കിൽ സാധാരണ ഷുഗർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ആഹാരം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഷുഗർ പെട്ടെന്ന് താണു കഴിഞ്ഞാൽ നമുക്ക് മയക്കം പോലെ വരാം. പിന്നെ അപസ്മാര രോഗവും ബോധക്ഷയമായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു മയക്കം പോലെ, പ്രീ സിങ്കോപ്പ് പോലെയൊക്കെ ചിലപ്പം ചില ടൈപ്പിലുള്ള അപസ്മാരങ്ങൾ വരാം. യൂഷ്വലി അപസ്മാരത്തിൽ ബോധം പോയി കൈകാലിട്ട് ചലിപ്പിക്കുകയാണ് പതിവ്, പക്ഷേ ബോധക്ഷയം മാത്രമായിട്ടും അപസ്മാര രോഗം വരാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് അറിയാമല്ലോ, നമ്മുടെ ഹാർട്ട് റെഗുലറായിട്ട് മിടിക്കുന്ന ഒരു ഓർഗനാണ്. അപ്പോൾ ആ റെഗുലാരിറ്റി പോവുകയാണെങ്കിൽ, മിടിപ്പിന് വ്യത്യാസം ഉണ്ടെങ്കിൽ, റിതം പോവുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ബോധക്ഷയം വരാം, അല്ലെങ്കിൽ പ്രീ സിങ്കോപ്പ് പോലുള്ള കാര്യങ്ങളുണ്ടാവാം. അപ്പം യൂഷ്വലി പേഷ്യൻസിന് നെഞ്ചെടുപ്പ് പോലെ ആ സമയത്ത് തോന്നാം. നെഞ്ചെടുപ്പില്ലാതെയും ഇങ്ങനെ ബോധക്ഷയം, ഹാർട്ടിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വരാം. ഇനി നേരത്തെ വേർട്ടിഗോ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ വേർട്ടിഗോ ഉള്ള ഒരാൾക്ക് നമുക്ക് വേർട്ടിഗോ മരുന്നുകൾ കൊടുക്കുമെന്ന്. അപ്പോൾ ഈ മരുന്നുകൾ സാധാരണ നമ്മൾ കൊടുക്കുന്നത് കുറച്ച് ഷോർട്ട് ഡ്യൂറേഷനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സസൈസോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനോ പറയും. കാരണം ഈ കുറേ നാൾ ഈ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കോമ്പൻസേറ്റ് ചെയ്യത്തില്ല, ആ വേർട്ടിഗോ അഡ്ജസ്റ്റ് ആവത്തില്ല. അപ്പോൾ അതിന് മാൽ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ നോൺ കോമ്പൻസേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലോങ് ടേം മരുന്ന് കൊടുത്താലുള്ള പ്രശ്നം ഇതാണ്. അപ്പോൾ ലോങ് ടേം മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഈ മാൽ അഡാപ്റ്റേഷൻ കൊണ്ട് പേഷ്യൻസിനൊരു പേഴ്സിസ്റ്റൻ്റ് ആയിട്ടൊരു നീണ്ടു നിൽക്കുന്ന ഒരു ഡിസിനസ് അല്ലെങ്കിൽ വെർട്ടിഗോ പോലെ തോന്നാം. ഒരു ഇംബാലൻസ്, ഒരു ക്രൗഡിലോട്ട് പോകുമ്പം ഇപ്പോൾ വീഴുമോ എന്നുള്ളൊരു ഭയം, വെർട്ടിഗോ എന്ന് പറയുന്നത് അതൊരു മാൽ അഡാപ്റ്റേഷൻ കൊണ്ട് വരാം. പിന്നെ സ്ട്രെസ് ഉള്ള ആൾക്കാർക്കും ഈ എൻറ്റിറ്റി വരാം, ഈ ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെർട്ടിഗോ അല്ലെങ്കിൽ ഒരു ഇംബാലൻസ്, ഗിഡിനസ് എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ഈ സ്ട്രെസ് ഉള്ള ആൾക്കാർക്കും വരാം. ഇനി സ്ട്രോക്ക്, തലച്ചോറിൻ്റെ പിൻഭാഗത്ത് സ്ട്രോക്ക് വന്നാൽ നമുക്ക് മയക്കം പോലെ വരാം. അത് പക്ഷേ അപൂർവമായിട്ടുള്ളൊരു കാരണമാണ്, ബോധക്ഷയമായിട്ട് വരുന്നത് അപൂർവമാണ്, പക്ഷേ എന്നാലും വരാം. തലച്ചോറിൻ്റെ പിൻഭാഗത്ത് വലിയ സ്ട്രോക്ക് വരുവാണെങ്കിൽ മയക്കം പോലെ വരാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ട് മയക്കം അല്ലെങ്കിൽ ഗിഡിനസ്, ഡിസിനസിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയും പിന്നെ പേഷ്യൻറ്റിനെ പരിശോധിക്കുക, ക്ലിനിക്കൽ എക്സാമിനേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.